സോ പോളിമേഴ്സിന്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പോളിമേഴ്സിന്റെ ബേസിക് ജനറൽ ആയിട്ട് വരുന്ന കുറച്ച് ടോപ്പിക്സ് നോക്കാം. സോ ഫസ്റ്റ് കുറച്ച് ഡെഫിനിഷൻസ് വരുന്നത് എന്താണ് പോളിമർ, എന്താണ് മോണോമർ എന്നുള്ളതാണ്. സോ മോണോമർ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സിംഗിൾ മോളിക്യൂൾ വിച്ച് കമ്പൈൻസ് ടു ഫോം എ ലാർജ് മോളിക്യൂൾ. ഈ ലാർജ് മോളിക്യൂളിനാണ് നമ്മൾ പോളിമർ എന്ന് പറയാം. ആ പോളിമർ ഉണ്ടാക്കുന്നത് ചെറിയ ചെറിയ ഒരുപാട് മോളിക്യൂൾസ് കമ്പൈൻ ചെയ്തിട്ടാണ്. ആ കമ്പൈൻ ചെയ്യുന്ന സിംഗിൾ മോളിക്യൂൾസ് നമ്മൾ പറയുന്നതിനാണ് മോണോമർ എന്നുള്ളത്. സോ ജനറൽ ആയിട്ട് വരുന്ന എക്സാമ്പിൾസ് സ്റ്റൈറീൻ, എത്തിലീൻ, പ്രൊപ്പിലീൻ ഒക്കെയാണ്. എല്ലാ പോളിമേഴ്സിനും ഒരു മോണോമർ ഉണ്ടാവും. ചില പോളിമേഴ്സ് ലൈക്ക് കോപോളിമേഴ്സ് എന്നൊക്കെ പറഞ്ഞു പഠിക്കും. ചിലർക്ക് ഒന്നിൽ കൂടുതൽ. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് തന്നെ ടെക് PSC ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. മോണോമേഴ്സ് ഉണ്ടാവും. അങ്ങനെ പോകും. അതാണ് മോണോമർ എന്ന് പറയുന്നത്. സോ ബേസിക്കലി മോണോമർ ആണ് ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് പോളിമറിന്റെ. ആൻഡ് ഒരു മോണോമറിന്റെ പ്രത്യേകത ഇറ്റ്സ് ഫങ്ഷണാലിറ്റി ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 2. ഓക്കെ. സോ ഫങ്ഷണാലിറ്റി എന്ന് പറയുമ്പോൾ ആ മോളിക്യൂളിന് എത്ര റിയാക്റ്റീവ് സൈറ്റ്സ് ഉണ്ടെന്ന് നോക്കുന്നതാണ്. അതായത് ഏതൊക്കെ സൈഡിൽ കൂടെ അവർക്ക് ജനറൽ ആയിട്ട് റിയാക്ഷനിൽ പങ്കെടുക്കാൻ പറ്റും. അതിനാണ് ഫങ്ഷണാലിറ്റി എന്ന് പറയുന്നത്. അപ്പം മിനിമം ഫങ്ഷണാലിറ്റി 2 ആയിരിക്കണം. ഇത് കമ്പൾസറി ആണ്. ഫങ്ഷണാലിറ്റി 2 കൂടുതലാവാം, കൂടുതൽ വരുന്നുണ്ട് കുഴപ്പമില്ല. പക്ഷെ 1 ആവാൻ പാടില്ല. മിനിമം 2 വേണം. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ എത്തിലീൻ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് എത്തിലീൻ, CH2 സിംഗിൾ ബോണ്ട് CH2. സോ ഇത് മോണോമർ ആണ്. ഇത് പോളിമർ ആവുമ്പോ പോളിമറൈസേഷൻ കഴിഞ്ഞിട്ട് ഇത് പോളിമർ ആവുമ്പോൾ CH2 ഇങ്ങനെയാവും. ഓക്കെ. ഇവിടെ ഇത് ബേസിക് റിയാക്ഷൻ ആണ്. എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഡബിൾ ബോണ്ടിലെ പൈ ബോണ്ട്, രണ്ടാമത്തെ ബോണ്ട് ബ്രേക്ക് ആയിട്ട് 2 ഫ്രീ റാഡിക്കൽസ് ക്രിയേറ്റ് ആവും. അപ്പം ഈ 2 സൈറ്റിൽ കൂടെ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യും. അത് ഈ സൈറ്റ്സിനെയാണ് നമ്മൾ ജനറൽ ആയിട്ട് ഫങ്ഷണാലിറ്റി എന്ന് പറയുന്നത്. അതായത് വേറൊരു എത്തിലീൻ മോണോമർ വന്നു കഴിഞ്ഞാൽ അതിന് ഇവിടെ നിന്ന് റിയാക്ട് ചെയ്യാൻ പറ്റും, ഇവിടെ നിന്ന് റിയാക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ രണ്ടിടത്തും കൂടെ റിയാക്ട് ചെയ്തിട്ട് ഒരു ചെയിൻ റിയാക്ഷൻ സംഭവിച്ചിട്ടാണ് പോളിഎത്തിലീൻ എന്ന് പറയുന്ന പോളിമർ ഉണ്ടാകുന്നത്. അപ്പൊ അതാണ് ഫങ്ഷണാലിറ്റി എന്ന് പറയുന്നത്. റിയാക്റ്റീവ് സൈറ്റ്സ് എന്ന് ഉദ്ദേശിച്ചാൽ മതി. ഓക്കെ. ഇനി ടൈപ്സ് ഓഫ് ഫങ്ഷണാലിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ഒരു ഇലക്ട്രോൺ മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതിന് നമ്മൾ ഫ്രീ റാഡിക്കൽ എന്ന് പറയും. ഫ്രീ റാഡിക്കൽ ആവാം, അല്ലാന്നുണ്ടെങ്കിൽ ചാർജും ആവാം. ഇപ്പം കാറ്റയോണിക്കോ ആനയോണിക്കോ പോളിമറൈസേഷൻ വരുന്ന സമയത്ത് ഇവിടെ പ്ലസ് ചാർജ് മൈനസ് ചാർജ്, എത്തിലീനിലല്ല മോണോമറിൽ പ്ലസ് ചാർജ് മൈനസ് ചാർജ് ഒക്കെ വരുമെങ്കിലും അതും റിയാക്റ്റീവ് സൈറ്റ്സ് ആയിട്ട് അതും ഒരു ഫങ്ഷണാലിറ്റി ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ. സോ അത് നോട്ട് ചെയ്തേക്കുക, അതൊരു പോയിന്റ് ആണ് കേട്ടോ. അടുത്ത് പോളിമർ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ മാക്രോമോളിക്യൂൾ വിച്ച് കെമിക്കലി കമ്പൈൻഡ് ടു സ്മോൾ റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് കോൾഡ് മോണോമർ. മോണോമർ കമ്പൈൻ ചെയ്ത് കിട്ടുന്ന ഒരു ലാർജ് മോളിക്യൂളിനാണ് നമ്മൾ പോളിമർ എന്ന് പറയുന്നത്. കോമൺ ആയിട്ട് നമ്മൾ എടുക്കുന്ന കോമൺ എക്സാമ്പിൾസ് പോളിഎത്തിലീൻ, പോളിവിനൈൽ ക്ലോറൈഡ്, പോളിസ്റ്റൈറീൻ, ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പോളിമേഴ്സിന് തീരെ ബേസിക് അറിയാത്തവർക്ക് ജസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്ങിന് പഠിച്ചു വെക്കുക. പ്ലാസ്റ്റിക്സും റബ്ബറിനെയാണ്. പ്ലാസ്റ്റിക്കിലും നമുക്കറിയാം എവറിത്തിങ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് കൊണ്ടാണ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം പ്ലാസ്റ്റിക്സിനെ റബ്ബറിനെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് വരുന്ന മോളിക്യൂൾസിനാണ് നമ്മൾ ജനറലി പോളിമേഴ്സ് എന്ന് പറയുന്നത്. ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ. ഇവരുടെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാന്ന് നോക്കാം. 4 ടൈപ്പ്, ഇത്രയൊന്നുമല്ല, ഒരുപാട് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ജനറൽ ആയിട്ടൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്
We can take 4 types of classification, depends on their origin. നാച്ചുറൽ പോളിമേഴ്സും ഉണ്ട്, സിന്തറ്റിക് പോളിമേഴ്സും ഉണ്ട്. നാച്ചുറൽ നമുക്ക് അസച്ചായിട്ട് കാണാൻ പറ്റുന്ന പോളിമേഴ്സ് ആണ് കോട്ടൺ, സിൽക്ക് എന്നൊക്കെ പറയുന്നത്. കോട്ടൺ സെല്ലുലോസിന്റെ ഒരു പോളിമർ ആണ് കോട്ടൺ എന്ന് പറയുന്നത്. സിൽക്കും ആ ടൈപ്പ് അങ്ങനെ തന്നെ വരുന്നതാണ്. സിന്തറ്റിക് എന്ന് പറയുമ്പോൾ പെട്രോളിയം പ്രൊഡക്ട്സിൽ നിന്നാണ് മെയിൻ ആയിട്ട് നമ്മൾ സിന്തസൈസ് ചെയ്തെടുക്കുന്നത്. കോമൺ എക്സാമ്പിൾസ് പോളിപ്രോപ്പിലിൻ, ടെഫ്ലോൺ, പറയുന്ന പോളിസ്റ്റൈറീനും പോളിയെത്തിലീനും എല്ലാം അതിൽ വരുന്നതാണ്. ഈ ടെഫ്ലോൺ എന്ന് നോക്കി വെച്ചു, ടെഫ്ലോൺ PTFE എന്നാണ് നമ്മൾ പറയുന്നത്. PTFE ടെഫ്ലോൺ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ടെഫ്ലോൺ എന്താണെന്ന് അറിയോ? പാത്രങ്ങളിലൊക്കെ. വെരി ഗുഡ്. അതിന്റെ ഫുൾ ഫോം വരുന്ന പോളി ടെട്രാഫ്ലൂറോ എത്തിലീൻ എന്നാണ്. നമ്മുടെ നോൺ സ്റ്റിക് കുക്ക് വെയറിലൊക്കെ വരുന്ന ആ ഒരു നോൺ സ്റ്റിക്കിന്റെ ആ സാധനം കൊടുക്കുന്നത് ടെഫ്ലോൺ ആണ്. അപ്പം കുക്ക് വെയറിലൊക്കെ വരുന്നെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഹൈ ടെമ്പറേച്ചർ റെസിസ്റ്റിവിറ്റി ഉള്ള പോളിമർ ആണ്. അത്ര പെട്ടെന്നൊന്നും അങ്ങനെ മെൽറ്റ് ആയിട്ട് പോകത്തില്ല. സോ PTFE സ്ട്രക്ചറും എളുപ്പമാണ്. എത്തിലീന് ആലോചിച്ചാൽ മതി. അതില് എല്ലാ ഹൈഡ്രജനും മാറ്റിയിട്ട് ഫ്ലോറിൻ കൊടുത്താൽ മതി. ഇതാണ് അല്ലെങ്കിൽ CF2 എന്ന് പറയും. ഓക്കെ, ഇതാണ് പോളിടെട്രാഫ്ലൂറോഎത്തിലീൻ അല്ലെങ്കിൽ ടെഫ്ലോൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്ന സിന്തറ്റിക്. നമ്മൾ കാണുന്ന പ്ലാസ്റ്റിക്സും റബ്ബേഴ്സും എല്ലാം സിന്തറ്റിക് ആണ് കേട്ടോ. ആകെ റബ്ബറില് നാച്ചുറൽ റബ്ബർ, നമ്മൾ മരത്തിൽ നിന്ന് എടുക്കുന്ന ആ റബ്ബർ മാത്രമാണ് നാച്ചുറൽ ആയിട്ട് വരുന്ന റബ്ബർ. ബാക്കി ഏതൊക്കെ റബ്ബർ നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതെല്ലാം സിന്തറ്റിക് ആയിരിക്കും. പ്ലാസ്റ്റിക്സിന്റെ കേസിൽ ഈ പറഞ്ഞ കോട്ടൺ, സിൽക്ക്, പിന്നെ പ്രോട്ടീൻസ്, അങ്ങനെ ഡീപ്പായിട്ട് പോണ്ട, പ്രോട്ടീൻസ് അവരൊക്കെ അതും പോളിമേഴ്സിന്റെ നാച്ചുറൽ പോളിമേഴ്സിന്റെ അകത്ത് വരും. ഓക്കെ, നൗ ഡിപ്പെൻഡ്സ് ഓൺ ദ ബാക്ക് ബോൺ. ഈ പറഞ്ഞതുപോലെ ഇവിടെ നോക്കിയാൽ നമുക്കറിയാം ഈ കാർബൺ ചെയിൻ ആണ് ഇങ്ങനെ ലിങ്ക് ചെയ്ത് പോകുന്നത്. ഈ ഒരു ചെയിനാണ് നമ്മൾ ബാക്ക് ബോൺ ഓഫ് എ പോളിമർ എന്ന് പറയുന്നത്. ഇപ്പോ എത്തിലീന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പോകും, CH2 അല്ല, മോളിക്കുലർ വെയിറ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ 10,000 1 lakh വരെയൊക്കെ 1 lakh നമ്പർ ഓഫ് CH2 ഇങ്ങനെ ലിങ്ക് ചെയ്ത് പോകും. അപ്പൊ ഇതിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കാർബൺ ആണ് ഇങ്ങനെ ലിങ്ക് ചെയ്ത് പോകുന്നത്. ഓക്കെ, ആ കാർബൺ അങ്ങനെ ലിങ്ക് ചെയ്ത് പോകുന്ന പ്രോപ്പർട്ടിക്ക് ഒരു പേരുണ്ട്, അറിയോ ആർക്കെങ്കിലും? അറിയോ? കാർബൺ തന്നെ ലിങ്ക് ചെയ്ത് പോകുന്ന പ്രോപ്പർട്ടിയുടെ പേര് അറിയില്ല ആർക്കും? ബേസിക് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന കാർബണിന്റെ ഒരു പ്രോപ്പർട്ടി ആണത്. ഓക്കെ, കാറ്റിനേഷൻ എന്നാണ് കേട്ടോ, നോട്ട് ചെയ്ത് വെച്ചിരുന്നത്. കാറ്റിനേഷൻ എന്ന ശരിക്കും പോളിമേഴ്സിന്റെ ബേസിസ് എന്ന് പറയുന്നത് കാറ്റിനേഷൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ്. കാർബണിന് വേറൊരു കാർബൺ ആറ്റമായിട്ട് ഡബിൾ ബോണ്ടോ സിംഗിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഒക്കെ ആയിട്ട് ലിങ്ക് ചെയ്ത് പോകാൻ പറ്റുന്ന ആ ഒരു പ്രോസസ് ഉള്ളത് കൊണ്ടാണ് പോളിമേഴ്സ് ഒക്കെ ഫോം ആവുന്നത്. കാറ്റിനേഷൻ എന്നാണ് അതിനെ പറയാം. ഓക്കെ, സോ ഈ കാറ്റിനേഷൻ നടക്കുന്നത്, അപ്പൊ ആ ബാക്ക് ബോൺ കാർബൺ ആണ് വരുന്നതെങ്കിൽ നമ്മൾ അതിനെ ഓർഗാനിക് പോളിമേഴ്സ് എന്ന് പറയും. ഇനി കാർബൺ അല്ല വേറെ ഏതെങ്കിലും ആണ് വരുന്നതെങ്കിൽ, കാർബൺ എല്ലാ അറ്റംസിനൊന്നും പറ്റത്തില്ല. സിലിക്കൺ ആണ് മെയിൻ ആയിട്ട് വരുന്നത്. സിലിക്കൺ ആണ് വരുന്നതെങ്കിൽ അവരെ നമ്മൾ ഇൻഓർഗാനിക് പോളിമേഴ്സ് എന്നും പറയും. സോ മോസ്റ്റ്ലി നമ്മൾ കാണുന്ന എല്ലാ പോളിമേഴ്സും ഓർഗാനിക് പോളിമേഴ്സ് ആയിരിക്കും. സിലിക്കൺ ബേസ് ചെയ്തിരുന്ന സിലിക്കൺ റബ്ബർ, പിന്നെ ഗ്ലാസിനെയും ഒരു ടൈപ്പ് ഓഫ് പോളിമർ എന്ന് പറയാം. ഓർഗാനിക് ഒന്നും അല്ല, പക്ഷെ ഗ്ലാസും സിലിക്ക കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഈ കമ്പൈൻ ചെയ്ത് കണക്ട് ആയിട്ട് പോകുന്നൊരു മോളിക്യൂൾ അങ്ങനെ ഇരിക്കുന്ന ഗ്ലാസ്. അപ്പൊ ഇവർ രണ്ടുപേരാണ് മെയിൻ ആയിട്ട് ഇൻഓർഗാനിക് പോളിമേഴ്സ് എന്ന് പറയുന്നത്. ഓർഗാനിക് പോളിമേഴ്സ് നമ്മൾ ബാക്കി കാണുന്ന പ്ലാസ്റ്റിക്സ്, റബ്ബേഴ്സിന് എല്ലാത്തിനും നമുക്ക് ഓർഗാനിക് പോളിമേഴ്സ് ആയിട്ട് പറയാം. ഇനി ഡിപ്പെൻഡ്സ് ഓൺ ദർ ഹീറ്റിംഗ്, അതും കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് 2 ടൈപ്പ് കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. 2 ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക്സിനെ നമുക്ക് എടുക്കാൻ പറ്റും. റബ്ബേഴ്സിന്റെ കേസിൽ ഇത് വരും തെർമോസെറ്റും തെർമോപ്ലാസ്റ്റിക്കും. സോ തെർമോസെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാലും അതിന് പ്രത്യേകിച്ച് മെൽറ്റ് ചെയ്യത്തില്ല. അതിന്റെ ഷേപ്പ് ഒന്നും മാറ്റാനായിട്ട് നമുക്ക് പറ്റത്തില്ല. ഡീഗ്രഡേഷൻ ആയിരിക്കും നടക്കുക ചില പ്ലാസ്റ്റിക്സ്. ഈ PF, CF, MF ഒക്കെയാണ് ഇതിന്റെ ജനറൽ എക്സാമ്പിൾസ്. ഇങ്ങനെയാണ് പഠിക്കുക, PF, PF, MF. അതായത് ഫോർമാൽഡിഹൈഡ് പ്ലാസ്റ്റിക്സ് ആണ് ഇതൊക്കെ. PF എന്ന് പറയുമ്പോൾ ഫിനോൾ ഫോർമാൽഡിഹൈഡ് എന്ന് പറയും. UF എന്ന് പറയുമ്പോൾ യൂറിയ ഫോർമാൽഡിഹൈഡും, MF എന്ന് പറയുമ്പോൾ മെലാമിൻ ഫോർമാൽഡിഹൈഡും ആണ്. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി.
കേക്കാവോ ഞാൻ പറയുന്നത്? കേൾക്കുന്നു സർ. യെസ്. ഓക്കെ. സോ ഫിനോൾ ഫോർമാൽഡിഹൈഡ്, യൂറിയ ഫോർമാൽഡിഹൈഡ്, മെലാമിൻ ഫോർമാൽഡിഹൈഡ്, അങ്ങനെ തെർമോസെറ്റ്സിന്റെ എക്സാമ്പിൾസ്. എപ്പോക്സി എന്ന് പറയുന്ന ഒരു റെസിനും ഉണ്ട്. എപ്പോക്സിയും തെർമോസെറ്റിന് എക്സാമ്പിൾ ആണ്. അതുപോലെ പോളിയൂറത്തൈൻസും ഒക്കെ തെർമോസെറ്റിന് എക്സാമ്പിൾസ് ആണ്. നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഓൾമോസ്റ്റ് എല്ലാ പ്ലാസ്റ്റിക്സും തെർമോപ്ലാസ്റ്റിക്സ് ആയിരിക്കും. നമുക്ക് അതായത് ഓക്കെ, കോമൺ ആയിട്ട് കാണുന്ന എല്ലാ പ്ലാസ്റ്റിക്സും മോസ്റ്റ്ലി തെർമോ പ്ലാസ്റ്റിക് ആയിരിക്കും. നമുക്ക് പ്ലാസ്റ്റിക്സിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മെൽറ്റ് ആയിട്ട് പോകുന്ന കാണാൻ പറ്റും. അത് അങ്ങനെ ഹീറ്റ് കൊടുത്തിട്ട് നമുക്ക് അതിന്റെ ഷേപ്പിനെയൊക്കെ മാറ്റാൻ പറ്റും. അങ്ങനെയുള്ള പോളിമേഴ്സിനാണ് തെർമോ പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ പോളിയെത്തിലീന്, PVC, PMMA. PMMA എന്ന് പറയുമ്പോൾ പോളി മീഥൈൽ മെത്താക്രിലേറ്റ് ആണ്. നമ്മുടെ ഈ ഗ്ലാസസ് ഒക്കെ ഇല്ലേ, സ്പെക്സ് ഉണ്ടാക്കാനായിട്ട് PMMA യൂസ് ചെയ്യും. അതുപോലെ തന്നെ കാറിന്റെ ഫ്രണ്ടിൽ വരുന്ന ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടാക്കാനായിട്ട് ജനറൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പോളിമറാണ് PMMA എന്ന് പറയുന്നത്. ഞാൻ എഴുതുന്ന എന്തെങ്കിലും കാണുന്നുണ്ടോ ഇപ്പൊ? എന്തോ പ്രശ്നം പറ്റിട്ടോ? സർ എഴുതൊന്നും കാണാൻ പറ്റുന്നില്ല. കാണുന്നില്ലല്ലേ? ഇതുവരെ കുഴപ്പമില്ലായിരുന്നു, എന്താ പറ്റിയെന്ന് അറിയില്ല. മെലമിൻ വരെ എഴുതിയതൊക്കെ വരുള്ളൂ. ഒരു സെക്കൻഡ് ഞാനൊന്ന് റീജോയിൻ ചെയ്ത് നോക്കട്ടെ. ഇപ്പൊ കാണുന്നുണ്ടോ? യെസ്, കാണുന്നുണ്ട്. ഓക്കെ, അതാണ് തെർമോസെറ്റും തെർമോപ്ലാസ്റ്റിക്. അപ്പം എക്സാമ്പിൾസ് ചെയ്ത ഫിനോൾ ഫോർമാൽഡിഹൈഡ്, യൂറിയ ഫോർമാൽഡിഹൈഡ്, മെലമിൻ ഫോർമാൽഡിഹൈഡ്, പിന്നെ വരുന്നത് എപ്പോക്സി ഉണ്ട്, പോളിയൂറത്തൈൻ. ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന തെർമോസെറ്റ്സ്. തെർമോപ്ലാസ്റ്റിക്കിന്റെ കേസിൽ മോസ്റ്റ്ലി കാണുന്ന എല്ലാം PMMA, പോളിമീഥൈൽ മെത്താക്രിലേറ്റ്, അതുപോലെ പോളിസ്റ്റൈറീൻ ഉണ്ട്. പോളിസ്റ്റൈറീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ തെർമോകോള് പോളിസ്റ്റൈറീൻ ആണ്. അതുപോലെ സ്കെയിലില്ല, നമ്മുടെ പ്ലാസ്റ്റിക് ട്രാൻസ്പെറന്റ് ആയിട്ടിരുന്ന സ്കെയിലൊക്കെ പോളിസ്റ്റൈറീൻ ആണ്. പിന്നെ പോളിയെത്തിലീന്, പോളിപ്രോപ്പിലീന്, PVC വരെ എല്ലാവരും തെർമോപ്ലാസ്റ്റിക്സിന്റെ അണ്ടറിൽ വരുന്നു. സോഫ്റ്റ്നസ് ഓൺ ഹീറ്റിംഗ്. പിന്നെ വരുന്ന ഒരു ടൈപ്പാണ് പോളിമേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. അവരുടെ ഫൈനൽ യൂസും സ്ട്രക്ചറും ബേസ് ചെയ്തിട്ട് വരുന്നത്. അതിൽ നമുക്ക് മെയിൻ ആയിട്ട് പ്ലാസ്റ്റിക്സ് പറഞ്ഞ ഇലാസ്റ്റോമർ എന്ന് പറയുമ്പോൾ റബ്ബർ തന്നെയാണ് കേട്ടോ. റബ്ബറിന്റെ പേരാണ് ഇലാസ്റ്റോമസ് എന്ന് പറയുന്നത്. പ്ലാസ്റ്റിക്സ്, ഇലാസ്റ്റോമസ്, പിന്നെ ഫൈബർ, ലിക്വിഡ് റെസിൻ. ഓക്കെ, ഈ ലിക്വിഡ് റെസിൻ എന്ന് പറയുന്നത് നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന പെയിന്റ്, അതുപോലെ തന്നെ അദസീവ്സ്, പശ, ഇവരെല്ലാരും പോളിമേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ അതിനെയൊക്കെയാണ്, ആ ഒരു കാറ്റഗറിയാണ് നമ്മൾ ലിക്വിഡ് റെസിൻസിന്റെ അകത്ത് വരുന്നത്. ഫൈബർ എന്ന് പറയുമ്പോൾ
അറിയാലോ ഫൈബറിന്റെ ഡെഫിനിഷൻ വെച്ചിട്ട് നോക്കുക. ലോങ് ആയിട്ടുള്ള ഒരു സാധനം കമ്പയർഡ് ടു ഇറ്റ്സ് ഡയമീറ്റർ, ലെങ്ത് ഭയങ്കര ഹൈ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിനാണ് നമ്മൾ ഫൈബർ എന്ന് പറയുന്നത്. അതിൽ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നൈലോൺ ഫൈബർ വെച്ചിട്ട് നമുക്ക് എന്താ പറയുക ടയറിന്റെ ഒക്കെ ത്രെഡ്സിന്റെ അകത്തൊക്കെ ടയറിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് നൈലോണ്. അതുപോലെ റോക്സിന് വേണ്ടിയിട്ടും നൈലോൺ യൂസ് ചെയ്യുന്നുണ്ട്. കെവിലാറും അതുപോലെ ഫൈബർ ഫോമിംഗ് പ്രോപ്പർട്ടി ഉള്ള ഒരു എന്താ പറയാ ഹൈ ആൻഡ് ആപ്ലിക്കേഷൻ ഉള്ള ഒരു പോളിമർ ആണ്. കെവിലാർ ഇമ്പോർട്ടന്റ് ആണ്, അങ്ങോട്ട് പോകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, കെവിലാർ ആണ് നമ്മുടെ ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ് അതൊക്കെ ഉണ്ടാക്കാനായിട്ട് കെവിലാർ യൂസ് ചെയ്യും. എക്സ്ട്രീംലി സ്ട്രെങ്ത് ഉള്ള ഒരു പോളിമർ ആണ്. ഓക്കെ, കെവിലാർ. പിന്നെ ഇലാസ്റ്റോമസ് എന്ന് പറയുമ്പോൾ റബ്ബർ ഈ പറഞ്ഞ പോലെ എസ് ബി ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റൈറീൻ ബ്യൂട്ടാഡൈൻ കോപോളിമർ, സ്റ്റൈറീൻ ബ്യൂട്ടാഡൈൻ റബ്ബർ എന്ന് പറയും. അതേപോലെ നേരത്തെ നമ്മൾ പറഞ്ഞില്ല കോപോളിമർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ഒരു മോണോമർ തന്നെ വേണമെന്നില്ല പോളിമർ ഉണ്ടാക്കുക, 2 മോണോമേഴ്സ് ചേർന്നിട്ടും പോളിമർ ആവാം. അപ്പൊ അങ്ങനെ വരുന്ന ഒരു കോപോളിമർ ആണ് SBR എന്ന് പറയുന്നത്, സ്റ്റെയറിൻ ബ്യൂട്ടാഡൈൻ റബ്ബർ. CR എന്ന് പറയുമ്പോൾ ക്ലോറോപ്രീൻ റബ്ബർ ആണ്, ക്ലോറോപ്രീൻ റബ്ബർ. ഓക്കെ, വേറെ ഉണ്ട് NBR ഉണ്ട്. ജസ്റ്റ് കുറച്ച് എക്സാമ്പിൾസ് നോട്ട് ചെയ്ത് വെച്ച് വെക്കുക. അതുപോലെ നാച്ചുറൽ റബ്ബറും ഉണ്ട് കേട്ടോ. നാച്ചുറൽ റബ്ബറിനെ നമ്മൾ പറയുന്നത് പോളി ഐസോപ്രീൻ എന്നാണ്. ആ പേരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. നമ്മുടെ മരത്തിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ആ റബ്ബറിന്റെ കെമിക്കൽ നെയിം എന്ന് പറയുന്നത് പോളി ഐസോപ്രീൻ ആണ്. 614 പോളി ഐസോപ്രീൻ എന്ന് പറയും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇതാണ് ജനറൽ ആയിട്ട് പോളിമേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. നൗ പോളിമേഴ്സിനെ പറ്റി പറയുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോളിമറിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഈ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. നമ്മൾ കോമൺ ആയിട്ട് മെൽറ്റിംഗ് പോയിന്റ് ഒക്കെ അറിയാമല്ലോ. മെൽറ്റിംഗ് പോയിന്റ് TM, അതുപോലെ തന്നെ മെൽറ്റിംഗ് ഫ്രീസിംഗ് പോയിന്റ് TF, അതുപോലെയൊക്കെ വരുന്ന ഒരു ടെമ്പറേച്ചർ ആണ് TG എന്ന് പറയുന്നത്. ഓക്കെ, TG ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ന് പറയും. ഇത് പറഞ്ഞ പോലെ തന്നെ ട്രാൻസിഷൻ കാണിക്കുന്ന ഒരു ടെമ്പറേച്ചർ ആണ്. ഇപ്പൊ പോളിമറിനെ നമ്മൾ ഈ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക്സും റബ്ബറും ഒന്ന് ഡിഫൈൻ ചെയ്യുന്നത് തന്നെ ഈ ഒരു TGയുടെ ബേസിസിലാണ്. എല്ലാ പോളിമേഴ്സിനും TG ഉണ്ടാവും, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉണ്ടാവും. ആ ടെമ്പറേച്ചറിന്റെ ബിലോ അവര് ഇങ്ങനെയാണ് ആ ഒരു ഗ്രാഫ് വരിക. ഈ എവിടെയാണ് ഒരു TG എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതിന്റെ ബിലോ പോയി കഴിഞ്ഞാൽ അവര് ഗ്ലാസി സ്റ്റേജിലായിരിക്കും. അല്ല, ഗ്ലാസി അല്ല, ഒരു സെക്കൻഡ്, ഗ്ലാസി അല്ല. ബിലോ പോയി കഴിഞ്ഞാൽ അവര് റബ്ബറി സ്റ്റേജിലും എബോ പോയി കഴിഞ്ഞാൽ അവര് ഗ്ലാസി സ്റ്റേജിലും ആയിരിക്കും. ഓക്കെ, ഇനി ഇത് വൈ ടേംസ് ഇതാണെങ്കിൽ ഇത് പറയാ ബിലോ പോയി കഴിഞ്ഞാൽ അവര് ഹാർഡ് ആയിരിക്കും, എബോ പോയി കഴിഞ്ഞാൽ അവര് സോഫ്റ്റ് ആയിരിക്കും. ഹാർഡും സോഫ്റ്റും എടുത്താൽ വേറെ ഒന്നുമില്ല. നോക്കിയോ, ഇപ്പോ നമ്മളൊരു പ്ലാസ്റ്റിക് എടുക്കുവാണ്. പ്ലാസ്റ്റിക്സിന് ഇനി ഇതും കൂടെ ജനറേറ്റ്, പ്ലാസ്റ്റിക്സിന്റെ TG എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, അതായത് ഹൈ ആയിരിക്കും. റബ്ബറിന്റെ TG എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഇപ്പൊ പ്ലാസ്റ്റിക്കിന്റെ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇപ്പൊ പോളിപ്രൊപ്പിലീൻ എടുക്കാം 100, പോളിസ്റ്റൈറീൻ എടുക്കാം. പോളിസ്റ്റൈറീൻ നോക്കി കഴിഞ്ഞാൽ ഏകദേശം 100 വരും. പോളിസ്റ്റൈറീന് 100 ആണ്, 100 ഡിഗ്രി സെൽഷ്യസ് ആണ് അതിന്റെ TG. 100 ഡിഗ്രി സെൽഷ്യസ് ആണ് അതിന്റെ TG എങ്കിൽ 150 ഡിഗ്രി സെൽഷ്യസിൽ അതെങ്ങനെയായിരിക്കും? സോഫ്റ്റ് ആയിരിക്കും. അതായത് അങ്ങനെ ആലോചിക്കാതെ പോളിസ്റ്റൈറൻ അല്ലെങ്കിൽ നമ്മളൊരു സ്കെയിൽ എടുത്തിട്ട് സാധാരണ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു സാധാ സ്കെയിൽ എടുത്തിട്ട് ആ സ്കെയിലിനെ 150 ഡിഗ്രി സെൽഷ്യസിൽ വെച്ച് അല്ലെങ്കിൽ ചൂട് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ പ്ലാസ്റ്റിക് ഒന്ന് സോഫ്റ്റ് ആയിട്ട് മെൽറ്റ് ചെയ്ത് തുടങ്ങും. അപ്പൊ TGയേക്കാൾ ഹയർ ടെമ്പറേച്ചർ വരുന്ന സമയത്ത് അത് സോഫ്റ്റ് ആവും. ഇനി അതിനെ ഫ്രീസ് ചെയ്ത് താഴോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഇപ്പം റൂം ടെമ്പറേച്ചർ 30 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ അതെന്തായിരിക്കും? ഹാർഡ് ആയിരിക്കും, അല്ലെ? ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പറഞ്ഞതിൽ പോളിസ്റ്റൈറീന് 100 ഡിഗ്രി സെൽഷ്യസ് ആണ് അതിന്റെ TG എന്ന് പറയുന്നത്. 100ന്റെ എബോ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവര് സോഫ്റ്റ് ആയിരിക്കും. 100ന്റെ ബിലോ ആയി കഴിഞ്ഞാൽ അവര് ഹാർഡ് ആയിരിക്കും. ക്ലിയർ ആണോ ഇത്? ക്ലിയർ ആണോ? ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ റബ്ബറിന്റെ ഒരു കേസ് എടുക്കുക. റബ്ബറിന് എന്ന് പറയുമ്പോൾ നാച്ചുറൽ റബ്ബർ എടുക്കുക. നമ്മളെ
മരത്തിൽ നിന്ന് നമ്മൾ കിട്ടുന്ന ആ നാച്ചുറൽ റബ്ബർ എടുത്തിട്ട് ഈ നാച്ചുറൽ റബ്ബറിന്റെ TG എന്ന് പറയുന്നത് -72°C ആണ്. ഓക്കെ, ഈ -72°C ഞാൻ അതിനെ കുറെ കൂടെ കുറച്ചിട്ട് ഇതൊരു -100°C ആക്കി. അതിനെ പിന്നെ കുറെ ടെമ്പറേച്ചർ കൂട്ടിയിട്ട് ഞാൻ അതിനൊരു ഈ പറഞ്ഞ റൂം ടെമ്പറേച്ചർ 30°C ആക്കി. സോ ഈ -72°C വരെ അതിന് പ്രത്യേകിച്ച് ഇപ്പൊ ഏതാണോ അതിന്റെ ഫോം അതിൽ തന്നെ ആയിരിക്കും. അതിനേക്കാൾ കുറയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്യും ഇവര്, എന്തായിരിക്കും ആവുന്ന, TGയേക്കാൾ കുറഞ്ഞ ടെമ്പറേച്ചർ വരുമ്പോ എന്താവും? സോഫ്റ്റ് ആവും. ഇല്ല, ഹാർഡ് ആവും. TGയേക്കാൾ കുറഞ്ഞ ടെമ്പറേച്ചർ വരുമ്പോ അവര് ഹാർഡ് ആവും. ഹാർഡ് ആവും. TGയേക്കാൾ കൂടിയ ടെമ്പറേച്ചർ വരുമ്പോഴാണ് അവര് സോഫ്റ്റ് ആവുന്നത്. ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ എടുക്കുന്ന സമയത്ത് പ്ലാസ്റ്റിക്സ് എല്ലാവരും ഭയങ്കര ഹാർഡായിട്ടും റബ്ബർ എല്ലാം ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതിന്റെ റീസൺ ഇതാണ്. ഓക്കെ, കാരണം റബ്ബേഴ്സിന്റെ TG എല്ലാം വരുന്നത് നെഗറ്റീവ് റേഞ്ചിലായിരിക്കും. അതിനും വേറെ കുറെ റീസൺസ് ഉണ്ട്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകണമെന്ന് എനിക്കറിയില്ല. മനസ്സിലാവുന്ന പോലെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ആ TG ഉണ്ട്. അപ്പൊ റബ്ബേഴ്സിന്റെ TG എല്ലാം നെഗറ്റീവ് റേഞ്ചിലും പ്ലാസ്റ്റിക്സിന്റെ TG എല്ലാം പോസിറ്റീവ് റേഞ്ചിലും ആയിരിക്കും. അപ്പൊ നമ്മൾ റൂം ടെമ്പറേച്ചർ എടുക്കുന്ന സമയത്ത് പ്ലാസ്റ്റിക്സ് എല്ലാവരും ഭയങ്കര ഹാർഡായിരിക്കും. കാരണം അവരുടെ TG എന്തായാലും ഹയറിലായിരിക്കും വരുന്നത്. അപ്പൊ റൂം ടെമ്പറേച്ചർ അതിനേക്കാളും കുറവായതുകൊണ്ട് അപ്പൊ അവിടെ അവർ ഹാർഡായിരിക്കും. റബ്ബറിന്റെ കേസിൽ നെഗറ്റീവ് റേഞ്ചിലോട്ട് TG പോകുന്നുണ്ട്. റൂം ടെമ്പറേച്ചർ ആകുമ്പം TGയേക്കാൾ കൂടിയ ടെമ്പറേച്ചർ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും അവര് സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ വളരെ വലിയൊരു എക്സെപ്ഷൻ ഉള്ളത് പോളിയെത്തിലീന്റെ കേസിലാണ്. പോളിയെത്തിലീൻ നമുക്കറിയാം കോമൺ ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ആണ്. നമ്മുടെ ഈ ക്യാരി ബാഗും സാധാ കവറൊക്കെ ഇല്ലേ, ചെറിയ കവറുകളും അതുപോലെ തന്നെ പോളിയെത്തിലീൻ വെച്ചിട്ട് പിന്നെ ബോട്ടിൽസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇവര് പ്യുവർലി പ്ലാസ്റ്റിക് ആണ്. പക്ഷെ പോളിയെത്തിലീന്റെ TG വരുന്ന ഏകദേശം -100 റേഞ്ചിലായിരിക്കും. ഇവിടെ നോക്കിയാൽ പോളിയെത്തിലീന്റെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഹൈ ഡെൻസിറ്റി പോളിയെത്തിലീൻ, ലോ ഡെൻസിറ്റി പോളിയെത്തിലീൻ. ഇവരുടെ TG എടുക്കുന്ന സമയത്ത് ഇവര് നെഗറ്റീവ് റേഞ്ചിൽ വരും. ഇത് മാത്രം എക്സെപ്ഷൻ ആയിട്ട് വരും കേട്ടോ. പോളിയെത്തിലീനും പിന്നെ പോളിപ്രൊപ്പിലീൻ അടുത്തായിട്ട് -20, -5 വരെ. അത് അവരുടെ സ്ട്രക്ചറിന്റെ കുറച്ച് റീസൺസ് ഒക്കെ വെച്ചിട്ടാണ്. തൽക്കാലത്തേക്ക് അത്രയും മനസ്സിലാക്കി വെക്കാം. നമുക്ക് ഏതായാലും ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും അങ്ങനെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് വരുവാണെങ്കിൽ അതിന്റെ കുറച്ച് എക്സ്പ്ലനേഷനും കാര്യങ്ങളും ഉണ്ടാവും, മനസ്സിലാക്കാം. തൽക്കാലം പഠിക്കുക. നെഗറ്റീവ് റേഞ്ചിൽ TG വരുന്ന ആകെ ഒരു പോളിമറേ ഉള്ളൂ, അല്ലെങ്കിൽ 2 പോളിമറായിട്ട് പഠിക്കുക. പോളിയെത്തിലീനും പോളിപ്രൊപ്പിലീനും. ഇവരുടെ സിമ്പിൾ സ്ട്രക്ചർ ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ. CH2 എന്ന് പറയുന്നത് ഒരു എന്താ പറയാ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബ്രാഞ്ചുകളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ അങ്ങനെ സിമ്പിൾ ആയിട്ട് പോകുന്നതുകൊണ്ടാണ് ഇവർക്ക് ഈ ഒരു നെഗറ്റീവ് റേഞ്ചിൽ TG വരുന്നത്. ബാക്കി എല്ലാം നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പ്ലാസ്റ്റിക്സിന്റെയും TG ഹയർ ആയിരിക്കും. പിന്നെ എല്ലാ റബ്ബേഴ്സിന്റെ TGയും നെഗറ്റീവ് റേഞ്ചിലായിരിക്കും. -72, -30, 20, 100 അങ്ങനെ പോകും. ഓക്കെ, ഇതാണ് ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്ക ഉള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് തന്നെ ടെക് PSC ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.